നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈസാമാറിന്റെയും വാസവേറിന്റെയും ഉപയോഗത്തെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. ഈസാമാർ എന്ന് പറഞ്ഞാൽ ആണ് എന്നും വാസവേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നും ഈസാമാറിന്റെ കൂടെ നോട്ട് കൊടുത്താൽ അല്ല എന്നും വാസിന്റെയും വേറിന്റെയും കൂടെ നോട്ട് കൊടുത്താൽ ആയിരുന്നില്ല എന്നും നമ്മൾ പഠിച്ചു. ഇതൊക്കെ ഞാൻ ലെസൺ 1, 2 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അന്ന് കണ്ടു നോക്കണം. അതേപോലെ ഇതിന്റെ കൂടെ എങ്ങനെയാണ് വൈൽ ചേർത്ത് സെന്റൻസിനെ കണക്ട് ചെയ്യുന്നേ എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇവ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം കുറേ പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കാം, അറിയത്തില്ലാത്തവർ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈസാമാറിന്റെ കാര്യത്തിലോ വാസവേറിന്റെ കാര്യത്തിലോ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത്രയ്ക്കധികം സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് തുടങ്ങിയേക്കാം. ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറയാൻ എങ്ങനെ പറയണം? ഞാൻ ആണ്, ആ പഠിപ്പിക്കുക ടീച്ച്, ഐ ആം ടീച്ച്. ശരിയാണോ ഞാൻ പറഞ്ഞത്? തെറ്റാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസാമാറോ വാസോവേറോ കഴിഞ്ഞിട്ട് ഒരു പ്രവൃത്തിയാണോ വരുന്നതെങ്കിൽ ING വേണമെന്ന്. അപ്പോൾ ടീച്ച് എന്ന് പറയുന്നത് പഠിപ്പിക്കുക, അതൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഐ ആം ടീച്ച് എന്ന് പറയരുത്. എന്തെന്നേ പറയുള്ളൂ? ഐ ആം ടീച്ചിങ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയണം? ഐ വാസ്, ആയിരുന്നു, ഐ വാസ് ടീച്ചിങ്. ഇനി ഞാൻ പഠിപ്പിക്കുകയല്ല, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയല്ല എന്ന് എങ്ങനെ പറയണം? ഐ ആം നോട്ട് ടീച്ചിങ്. ഐ വാസ് നോട്ട്, വാസ് ഇൻ ടീച്ചിങ്, ആയിരുന്നില്ല, ഞാൻ പഠിപ്പിക്കുകയായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആർക്കെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെസൺ 1 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ കേട്ടോ. ഇനി നമുക്ക് ചോദ്യം ചോദിക്കണം അല്ലെ. എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത്? നീ ഇപ്പോ പഠിപ്പിക്കുകയാണോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. നീ ഇപ്പോ പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കുകയാണ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ പഠിപ്പിക്കുകയാണോ എന്നാവും. പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? നീ എന്ന് പറയാൻ യു ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആണോ എന്ന് പറയാൻ ഈസാമാറാണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ അത് ചോദ്യം ചോദിക്കാൻ അതിനെ ഒന്ന് ആദ്യം പറയുക, അത്രയും മാറ്റമേ ഉള്ളൂ. വേറൊരു മാറ്റവും നമുക്ക് പിന്നെയില്ല. യുവിന്റെ കൂടെ എന്താണ് നമുക്ക് വേണ്ടത്? യു ആർ ആണ് അല്ലെ. അപ്പൊ യു ആർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചോദ്യം ചോദിക്കണമെങ്കിൽ തിരിച്ചു പറയണം അല്ലെ. ആർ യു ടീച്ചിങ്? നീ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണോ? നീ പഠിപ്പിക്കുകയാണോ? ആർ യു ടീച്ചിങ്? നീ പഠിപ്പിക്കുകയാണോ? ഇനി നീ പഠിപ്പിക്കുകയായിരുന്നോ ചോദിക്കണം. നീ പഠിപ്പിക്കുകയായിരുന്നോ? നമ്മളിപ്പോ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഓഫീസിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നീ പഠിപ്പിക്കുകയായിരുന്നോ? പഠിപ്പിക്കുകയായിരുന്നോ എങ്ങനെ ചോദിക്കണം? യുവിന്റെ കൂടെ ആരാ വേണ്ടേ? യുവിന്റെ കൂടെ വെയർ വേണം. വെയർ യു ടീച്ചിങ്. വെയർ എന്ന് പറഞ്ഞാൽ എന്താ? യു വെയർ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പം യു വെയർ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല, തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. വെയർ യു ടീച്ചിങ്? നീ പഠിപ്പിക്കുകയായിരുന്നു. വ്യത്യാസം മനസ്സിലായല്ലോ. ആർ യു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ പഠിപ്പിക്കുകയാണോ? ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ നിനക്ക് തിരക്കാണോ? നീ ഇപ്പോ പഠിപ്പിക്കുകയാണോ? ആർ യു ടീച്ചിങ്? പഠിപ്പിക്കുകയാണ്. ഇനി ക്ലാസ് എല്ലാം എടുത്ത് ഞാൻ പുറത്തോട്ട് ചെല്ലുമ്പം അവിടെയുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, നീ പഠിപ്പിക്കുകയായിരുന്നോ? വെരി ടീച്ചിങ്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിച്ചു ഐ ആം നോട്ട് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ പഠിപ്പിക്കുകയല്ല. അപ്പൊ നമുക്ക് ഇനി ചോദ്യം ചോദിക്കണം. എന്ന് ചോദിക്കണം, പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. ഇപ്പൊ നീ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നീ പഠിപ്പിക്കുകയല്ലേ എന്ന് ഇനി ചോദിക്കണം. എന്ന് ചോദിക്കണം, ഇപ്പോ നീ പഠിപ്പിക്കുകയല്ലേ? പഠിപ്പിക്കുകയല്ല എന്ന് പറയാൻ നമ്മൾ നോട്ട് കൊടുത്തു. അതുകൊണ്ട് ഈ ആർ നോട്ട്, ഈസ് നോട്ട്, ആ നോട്ടിനെ മൊത്തത്തോടെ എടുത്തോണ്ട് ആദ്യം വരണം. ഈ നോട്ടിനെയും കൂടി എടുത്തോണ്ട് നമ്മൾ ആദ്യം വരണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ആർ ഇൻറ്റു യു, ആർ നോട്ട് യു. അതെങ്ങനെ പറയണം? ആർ ഇൻറ്റു യു ടീച്ചിങ്? നീ പഠിപ്പിക്കുകയല്ലേ? ആർ ഇൻറ്റു യു ടീച്ചിങ്. ആർ ഇൻറ്റു പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കുകയല്ലേ? ആർ ഇൻറ്റു യു ടീച്ചിങ്. ഇനി നമ്മൾ പഠിച്ചു വേർ യു ടീച്ചിങ്? നീ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. നീ പഠിപ്പിക്കുകയായിരുന്നു എന്ന് ചോദിക്കാൻ പഠിച്ചു.
നീ പഠിപ്പിക്കുകയായിരുന്നില്ലേ? ആയിരുന്നില്ലേ എന്ന് എങ്ങനെ ഇനി ചോദിക്കണം? വെയറിൻറ്റ് യു ടീച്ചിങ്? നീ പഠിപ്പിക്കുകയായിരുന്നില്ലേ? വ്യത്യാസം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയല്ലോ? വളരെ ക്ലിയർ ആയല്ലോ? ആണോ എന്ന് ചോദിക്കാൻ ഈസാമാർ ആദ്യം കൊടുക്കുക. അല്ലേന്ന് ചോദിക്കാൻ ഈസ് നോട്ട്, ആം നോട്ട്, നോട്ട് ചേർത്ത് കൊടുക്കുക. ആയിരുന്നോ എന്ന് ചോദിക്കാൻ വാസ് വേറെ ആദ്യം കൊടുക്കുക. ആയിരുന്നില്ലേന്ന് ചോദിക്കാൻ വാസിൻ്റെ വേറിൻ്റെ ആദ്യം കൊടുക്കുക. രണ്ടും കൊടുക്കണ്ട കേട്ടോ. സബ്ജക്റ്റ് നോക്കി ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ പറയൂ, അവള് ബുക്ക് വായിക്കുകയാണ്. എങ്ങനെ പറയും? ഷീ ഈസ് റീഡിങ്. ബുക്ക് വായിക്കുക ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഷീ ഈസ് റീഡിങ്. ഇനി ഞാൻ പറയാണ്, അവള് ബുക്ക് വായിക്കായിരുന്നില്ല. എങ്ങനെ പറയും? അവള് ബുക്ക് വായിക്കായിരുന്നില്ല. എങ്ങനെ പറയും? ഷീ വാസ് നോട്ട്, അല്ലെ? ഷീ വാസ് ഇറ്റ് റീഡിങ്. വായിക്കായിരുന്നില്ല. ഇനി നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, അവള് ബുക്ക് വായിക്കായിരുന്നില്ലേ? നമുക്ക് ചോദിക്കണം, ആയിരുന്നില്ലേ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? വാസിൻ ഷീ റീഡിങ്? അവള് ബുക്ക് വായിക്കായിരുന്നില്ലേ? വാസിൻ ഷീ റീഡിങ്? അവള് ബുക്ക് വായിക്കായിരുന്നില്ലേ? ഇനി അവളിപ്പോ ബുക്ക് വായിക്കാണോ എന്ന് ചോദിക്കണം. അവള് ബുക്ക് വായിക്കാണോ? എങ്ങനെ ചോദിക്കണം? ഈസ് ഷീ റീഡിങ്? ബുക്ക് വായിക്കുകയാണോ? ഈസ് ഷീ റീഡിങ്? അവൾ ബുക്ക് വായിക്കുകയാണോ? ഇനി എന്താണ്? അവർ കളിക്കുകയാണ്. എങ്ങനെ പറയും? ദേ ആർ പ്ലേയിങ്. കളിക്കുക അല്ല എന്ന് എങ്ങനെ പറയും? ദേ ആർ നോട്ട് പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നു. ദേ വർ പ്ലേയിങ്. കളിക്കുകയായിരുന്നില്ല. ദേ വർ നോട്ട് പ്ലേയിങ്. അതായത് ദേ വെയറിൻറ്റ് പ്ലേയിങ്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അവര് കളിക്കുകയായിരുന്നില്ലേ എന്ന് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ എങ്ങനെയാണെന്ന് ചോദിക്കണം. എങ്ങനെയാണ്? അവര് കളിക്കുകയായിരുന്നില്ലേ എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാമെന്ന് ഇപ്പോ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈസാമാറിന്റെയും വാസം വേറിന്റെയും മുഴുവൻ ഉപയോഗങ്ങളും നമ്മൾ പഠിച്ചില്ലേ? അപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട, ഈസാമാറിലും വാസം വേറിലും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: 1, ഈസാം ആറിന്റെ അർത്ഥം ആണ് എന്നാണ്. അതിൻ്റെ കൂടെ ഒരു നോട്ട് കൊടുത്താൽ അല്ല എന്നാകും. 2, വാസിന്റെയും വേറിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. അതിൻ്റെ കൂടെ ഒരു നോട്ട് കൊടുത്താൽ ആയിരുന്നില്ല എന്നാകും. 3, ഈസാമാർ ഉപയോഗിച്ചാൽ വേർബ് ing ആണ്. പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ing ആണ്. 4, വാസും വേറും ഉപയോഗിച്ച് പ്രവൃത്തിയാണെങ്കിൽ, വേർബ് ആണെങ്കിൽ അത് ing ആണ്. ഇപ്പൊ നമ്മൾ എത്ര 4 പറഞ്ഞു. 5 എന്താണ്? ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈസ് ആം ആറാണ് ക്വസ്റ്റ്യൻ ആക്കേണ്ടതെങ്കിൽ അതിനെ ആദ്യം കൊടുക്കുക. പിന്നെ എന്ത് കൊടുക്കണം? സബ്ജക്റ്റ് വേർബ് ഏത് ഫോമിൽ കൊടുക്കണം? ing ഫോമിൽ കൊടുക്കണം. വാസ വേറെ ആണെങ്കിലും ആയിരുന്നോ എന്ന് ചോദിക്കാൻ അതിനെ ആദ്യം കൊടുക്കണം, സബ്ജക്റ്റ് കൊടുക്കണം, വേർബ് ing കൊടുക്കണം. ആയിരുന്നോ എന്ന് ചോദിക്കാൻ. ഇനി അല്ലേ എന്ന് ചോദിക്കാൻ ഈസ് നോട്ടും ആർ നോട്ടും ആം നോട്ടും നമ്മൾ ഉപയോഗിക്കൽ കുറവാണ്. ഇതിൽ നോട്ട് അടക്കം ആദ്യം കൊടുക്കണം. പൊതുവെ തെറ്റിക്കുന്ന ഒരു തെറ്റാണ്. അല്ലേ എന്ന് ചോദിക്കാൻ ഈ നോട്ടിനെ എടുക്കുകയല്ല, നോട്ടിനെ അവിടെ നിങ്ങൾ ബാക്കി വെക്കും. നോട്ടിനെ ഒരിക്കലും ബാക്കി വെക്കരുത്. നോട്ട് അടക്കം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചേർക്കണം. അപ്പോൾ ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട് ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, വേർബ് ing കൊടുത്താൽ അല്ലേ എന്നായി. അതേപോലെ ആയിരുന്നില്ലേ ചോദിക്കാൻ വാസ് നോട്ടും വേർ നോട്ടിനെ അവിടെ വെക്കരുത്, നോട്ടും കൂടെ എടുത്തോണ്ട് വന്നിട്ട് സബ്ജക്റ്റ് കൊടുക്കുക, വേർബ് ing കൊടുത്താൽ ആയിരുന്നില്ലേ എന്നായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് വൈലിന്റെ ഉപയോഗത്തെക്കുറിച്ച്. അവള് പഠിക്കുകയായിരുന്നു, കളിക്കുകയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന നേരത്ത് അവൾ കളിക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന നേരത്ത് വയലിന്റെ ഉപയോഗം രണ്ടെണ്ണത്തെ തമ്മിൽ ആ നേരത്ത് എന്ന് പറയാൻ വേണ്ടി വയൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ ഈ 3 ക്ലാസ്സുകളായിട്ട് പഠിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് എന്താ പഠിച്ചത്? നെഗറ്റീവ് സെന്റൻസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതേപോലെ കുറച്ച് ഒരു പോസിറ്റീവ് സെന്റൻസ് എഴുതുക, അതിൻ്റെ ഒരു നെഗറ്റീവ് സെന്റൻസ് എഴുതുക, അതിൻ്റെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി നിങ്ങൾക്ക് അതൊക്കെ എഴുതാൻ മടിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. കമന്റ് ബോക്സിൽ ഞാൻ 1, 2, 3, 4 എന്ന് പറഞ്ഞ് സെന്റൻസ് മലയാളത്തിൽ കൊടുക്കാം.
നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. കാര്യം ഞാൻ ഇതിന്റെ ക്ലാസ് തുടങ്ങിയതേ ഞാൻ പറഞ്ഞിരുന്നു. എന്താണെന്നോ, നമ്മുടെ കൂടെ ഇംഗ്ലീഷ് എൻ്റെ കൂടെ ആദ്യം മുതലേ ഉള്ളവർക്കൊക്കെ പഠിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ഇനിയും മനസ്സിലാകാത്തവരുമുണ്ട്. എന്തുകൊണ്ടാണ് വാസ് വേർ വന്നപ്പം അവിടെ ING വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആണ് എന്ന് പറയുന്നേ, ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട് എന്ന് എനിക്ക് ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറിയുന്നവർ ഒരിക്കലും ചെയ്യണ്ട. നിങ്ങൾക്കിത് ആദ്യമായി കേട്ട് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന ആ മലയാള സെൻറ്റൻസ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് വിടും. ഞാൻ ചെക്ക് ചെയ്യാം. കാര്യമുണ്ടല്ലോ, ഇനിയും നിങ്ങൾക്കിത് മനസ്സിലാകാതെ പോകരുത്. കാര്യം എൻ്റെ ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ജോയിൻ ആയവർക്ക് ഇത് അറിയത്തില്ല. ഇതൊന്നും മാത്രമല്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അങ്ങനെയുള്ളവർ മുമ്പോട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവൊന്നും ഒരുപോലെയല്ല, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയത്തില്ലാത്തവർ, മനസ്സിലാകാത്തവർ, ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന ഈ മലയാള സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ, ഇത് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കാൻ മറക്കരുതേ, അത് മറന്ന് നിങ്ങൾ പോകരുത്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.